ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ട് ടീം ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. കിവീസിനെതിരായ ജയം 4 വിക്കറ്റിനാണ്. ഇന്ത്യയുടെ 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് ഇത്. ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം ഇന്ത്യയുടേത് മികച്ച പ്രകടനമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ഷിൻസ്, അക്ഷരാർത്ഥത്തിൽ നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞ കാര്യമാണ് ദുബായിലെ സെലിബ്രേഷൻ. ടീം ഇന്ത്യയുടെ സെക്കൻഡ് ഹോം ആയ ദുബായ്, അവിടെ ഇന്ത്യക്ക് ലഭിക്കുന്ന പിന്തുണ പല മത്സരങ്ങളും നമ്മൾ കണ്ടതാണ്. നീലക്കടലായതാണ് സ്റ്റേഡിയം, ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം. ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണല്ലേ? തീർച്ചയായും നിഖിൽ, നമ്മൾ ഇത്രയും ദിവസം കാത്തിടുന്ന നിമിഷം വന്നിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ സ്കോർ ചെയ്യുന്ന ഓരോ റണ്ണിനും വിജയം നേടിയ ഒരു പ്രതീതിയായിരുന്നു. ഈ ഗാലറി മൊത്തം ആവേശത്തോടെ ആർത്തി വിളിക്കുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി. അത് കളത്തിലേക്ക് പ്രതിഫലിച്ചു. അത് ഇന്ത്യയുടെ വിജയമായി മാറി. ഇവിടെ നിറഞ്ഞു കവിയുകയായിരുന്നു സ്റ്റേഡിയം. 30,000-ഓളം പേരെയാണ് ഈ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നത്. അത് മൊത്തം ഇന്ത്യൻ ആരാധകർ എന്ന് പറയണം. വിരലിലെണ്ണാവുന്ന ന്യൂസിലാൻഡ് ആരാധകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ വിജയത്തിനായി അവർ ആർത്തി വിളിച്ചു. അത് വിജയം കണ്ടു. അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഒരു കളിയുടെ ചില ഘട്ടത്തിൽ ഇന്ത്യ ഒരു തോൽക്കുമെന്നൊരു രീതിയിലേക്ക് വന്ന സമയത്ത്, വിജയ പ്രതീക്ഷ ഇല്ലാതായ സമയത്ത് ഗാലറി നിശബ്ദമാകുകയും അതിനുശേഷം ഇന്ത്യ എടുക്കുന്ന ഓരോ റണ്ണിനും ആരോ മുഴക്കി ഇന്ത്യക്ക് വേണ്ടി വിജയത്തിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. UAE-യുടെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ മാത്രമല്ല, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ നിന്നും മാതൃരാജ്യമായ ഇന്ത്യയുടെ സ്നേഹം കൊണ്ട് ഓസ്ട്രേലിയ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കാണികൾ എത്തി. എത്തിയവരാരെയും ഇന്ത്യ നിരാശരാക്കിയില്ല. ഇന്ത്യ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ്. അതിന്റെ ഇവിടെയുള്ളവരെല്ലാവരും. ഇന്നിപ്പോ ദുബായ് നിരത്തുകൾ ഇപ്പൊ നീലമയമാകും. ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വണ്ടികളിലാണെങ്കിലും ഇന്ത്യൻ പതാക ഉയർത്തി അവർ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഈ ദുബായ്ക്ക് ഉറക്കമില്ലാത്തൊരു രാത്രി തന്നെയായിരിക്കും നിഖിൽ. ശരി ഷിൻസ്, എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കിരീടം കൂടി തങ്ങളുടെ ഷെൽഫിലേക്ക് എത്തിച്ചിരിക്കുന്നു. നായകൻ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയതിനപ്പുറത്തേക്ക് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ താരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്ലെയർ ഓഫ് ദ മാച്ചായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ക്യാപ്റ്റനാണ്, നായകനാണ്, ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നു. ടീമിനൊരു വിജയം, ഒരു കിരീടം ചൂടുന്നു. ആ കിരീടം ചൂടിയ ഫൈനലിലെ താരമായി മാറുന്നു, പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്നു. ഇതിൽ പരം സന്തോഷം ഹിറ്റ്മാനെ സംബന്ധിച്ച് മറ്റെന്ത് വേണം എന്നാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. മറ്റൊരു കാര്യമുണ്ട്, വിമർശകർക്ക് കൃത്യമായ മറുപടി, ഹിറ്റ്മാൻ ഫിറ്റാണ് എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ ഫിറ്റ്നസ് സംബന്ധിച്ചൊക്കെ ചില നേതാക്കളൊക്കെ വലിയ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അതൊക്കെ തൻ്റെ ബാറ്റ് കൊണ്ട്, തൻ്റെ പ്രകടനം കൊണ്ട് ടീമിനെ വിജയത്തിലെത്തിച്ചുകൊണ്ട് രോഹിത് ശർമ്മ മറുപടി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ടീം ഇന്ത്യയുടെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും അടക്കമുള്ള ഒരു ഓൾറൗണ്ട് പ്രകടനം, ആ പ്രകടനം കൊണ്ട് ടീം ഇന്ത്യ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാറ്റിങ്ങിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും, ശ്രേയസ് അയ്യരും, വിരാട് കോഹ്ലിയും, അക്ഷർ പട്ടേലും, ഹർദിക് പാണ്ഡ്യയും, KL രാഹുലും അടങ്ങുന്ന ബാറ്റിംഗ് നിര, രവീന്ദ്ര ജഡേജ അടങ്ങുന്ന ബാറ്റിംഗ് നിര. ബൗളിങ്ങിലേക്ക് വന്നാൽ ഷമി നയിക്കുന്ന ആ ഒരു ബൗളിംഗ് നിര, മുഹമ്മദ് ഷമിയും ഹർദിക് പാണ്ഡ്യയും, ഈ പറഞ്ഞതുപോലെ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും എല്ലാം ചേർന്ന് നയിക്കുന്ന ആ ഒരു ബൗളിംഗ് നിര. അതിൽ തന്നെ വരുൺ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സ്പിൻ നിര. ഇങ്ങനെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും എല്ലാം വ്യക്തമായ മേധാവിത്വം, വ്യക്തമായ ആധിപത്യത്തോടു കൂടി ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് മത്സരത്തിന് മുൻപ് ടോസ് വീണതിന് തൊട്ട് പിന്നാലെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് 15 മത്സരങ്ങൾ തുടർച്ചയായി, രോഹിത് ശർമ്മയെ സംബന്ധിച്ച് 15 മത്സരങ്ങൾ തുടർച്ചയായി ടോസ് നഷ്ടപ്പെടുന്ന ഒരു നായകൻ, ടോസിൻ്റെ ഭാഗ്യമില്ലാത്ത ഒരു നായകൻ. പക്ഷേ ആ ഭാഗ്യത്തിലല്ല, തങ്ങൾ കൃത്യമായി മത്സരത്തിൽ കളിച്ച് തന്നെ വിജയിക്കും എന്ന് പറഞ്ഞ രോഹിത് ശർമ്മ, ഇന്ത്യൻ താരങ്ങൾ അത് കൃത്യമായി പ്രാവർത്തികമാക്കിയിരിക്കുന്നു. ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, കൃത്യമായ മേധാവിത്വത്തോടെ കൃത്യമായി മത്സരത്തിലേക്ക് കളിച്ച് ജയിച്ച് കിരീടം ചൂടിയിരിക്കുന്നു ടീം ഇന്ത്യ. ആക്ച്വലി ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഡിയം മൊത്തം ഫുള്ളായത്. അതുവരെ പാതി കിടത്ത ആൾക്കാരുള്ളായിരുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റേഡിയം വേറെ ലെവലായി. കിടിലൻ എക്സ്പീരിയൻസ്. അത് ഭാഗ്യം, വെതർ നല്ലായിരുന്നു, സുഖം. फाइनल्स इंडिया वॉन द मैच एंड बिकॉज जो मैच के बीच में इट वाज लाइक डाइसी, विकेट्स भी साथ इंटरवल पे गिर रही थी, तो वी आर थिंकिंग कि पता नहीं क्या होएगा बिकॉज न्यूजीलैंड से कभी जीती नहीं है इंडिया, बट वी आर वेरी हैप्पी दैट वी वॉन. इंडिया वॉन टुडे. वी आर वेरी वेरी हैप्पी and to be here in Dubai, it is a great atmosphere over here. Great. Well done, India. Nothing can beat it. Yeah. Nothing can beat the feeling. Okay. It's as good as World Cup. Well done, India. Now we're feeling a little bit sad. But we were pleased to be there. So, and the atmosphere was very good in the stadium.
എന്തായാലും മത്സരം കഴിഞ്ഞിറങ്ങി വരുന്ന ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. ആരാധകരൊക്കെ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ടീം ഇന്ത്യ കിരീടം ചൂടി ആ കിരീടധാരണം കാണുന്നതിന് വേണ്ടി ആരാധകരൊക്കെ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന മിനിറ്റുകളിലൊക്കെ നമുക്ക് ആരാധകരുടെ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ ദുബായ് സ്റ്റേഡിയത്തിൽ നിന്നിറങ്ങുന്ന ആരാധകരുടെ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 12 വർഷത്തിന് ശേഷം, അന്ന് 12 വർഷം മുൻപ് ഇന്ത്യക്ക് ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം ലഭ്യമാകുമ്പോൾ അന്ന് ടീമിൻ്റെ ഭാഗമായിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ഇപ്പോൾ ക്രിക്കറ്റ് നിരൂപകൻ ശ്രീകുമാരൻ നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാരൻ നായർ, ടീം ഇന്ത്യ 12 വർഷത്തിന് ശേഷം ഒരു ICCയുടെ ഏകദിന കിരീടം ചൂടുകയാണ്. ഒപ്പം നായകൻ രോഹിത് ശർമ്മ തുടർച്ചയായ 2ാം ICC കിരീടം 2020 ലോകകപ്പിന് തൊട്ടു പിന്നാലെ നടക്കുന്ന 10 മാസത്തിനിപ്പുറം നടക്കുന്ന മറ്റൊരു ICC ടൂർണമെൻറ്റ് ICC ചാമ്പ്യൻസ് ട്രോഫിയിലും കിരീടം നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള അവരുടെ 3ാമത്തെ ടൈറ്റിലാണ്. 3rd ടൈമാണ് ശരിക്കും ഈ കോമ്പറ്റീഷനിൽ വീണത്. ഈ കോമ്പറ്റീഷനിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പരാജയം രുചിക്കാതെ അല്ലെങ്കിൽ പരാജയം അറിയാതെ നമ്മൾ എല്ലാ മത്സരങ്ങളും ആധികാരികതയോടുകൂടി ജയിച്ച് ഒരു നല്ല വെൽ ഓയിൽഡ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആംഗലേയ ഭാഷയിൽ വേണമെങ്കിൽ അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ആയിരുന്നു എല്ലാവരും. അവരെല്ലാവരും അവരവരുടെ പങ്ക് വഹിച്ച ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ സ്പിന്നേഴ്സിനെ എടുത്തു പറയണം. എല്ലാവരും ഒരാളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. 2 പേര് വിക്കറ്റ് എടുക്കുമെങ്കിൽ 2 സ്പിന്നേഴ്സ് റൺ ചെക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതിൽ ജഡേജയും അക്സർ പട്ടേലും അവരുടെ പങ്ക് വളരെ ഗംഭീരമായി നിർവഹിച്ചു. അതോടൊപ്പം കുൽദീപിന്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയണം. തീർച്ചയായും മുൻപിൽ നിന്ന് സ്പിന്നേഴ്സിന്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരു ബൗളർ കുൽദീപ്. എന്തൊരു മെച്യൂരിറ്റിയാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ എന്നുകൂടി തെളിയിക്കുന്ന ഒരു മത്സരമായി മാറി ഇത്. അതുപോലെ തന്നെ ഇപ്പോ ഈ അടുത്ത കാലത്ത് ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയ ഒരു പ്ലെയറാണ് വിരാട് കോഹ്ലി. അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടു. തീർച്ചയായും ഫൈനലിൽ അദ്ദേഹം തിളങ്ങിയില്ല എങ്കിൽ പോലും ഒരു നിർണായക മത്സരത്തിൽ, പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ വളരെ മികവ് പുറത്തെടുത്ത് നമ്മുടെ ആ മത്സരം ശരിക്കും സ്വന്തം തോളിലേറ്റി ജയിപ്പിച്ച ഒരു താരമായി മാറി വിരാട് കോഹ്ലി. അതുപോലെ തന്നെ ഫോം നഷ്ടപ്പെട്ടു, ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റണമെന്ന് എല്ലാവരും മുറവിളി കൂട്ടിയ ആളാണ് രോഹിത് ശർമ്മ. അദ്ദേഹം ICCയിലെ 2ാമത്തെ ഇന്റർനാഷണൽ കിരീടം തന്റെ ക്യാപ്റ്റൻസിയിൽ നേടിയിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ചാമ്പ്യൻസ് ട്രോഫി വിജയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം തീർച്ചയായും അനിവാര്യമായിരുന്നു. അത് തീർച്ചയായും നമ്മുടെ പ്ലെയേഴ്സ് നേടിയെടുത്തു എന്ന് പറയുന്നതിൽ തെല്ലും സംശയമില്ല. വളരെ നന്നായി പൊരുതി കളിച്ച ഒരു ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ കണ്ടത് വളരെ കാലത്തിന് ശേഷം. തീർച്ചയായും എല്ലാവരും ഫോമിലേക്ക് വരുന്ന ഒരു ഗെയിം. എല്ലാ വിധ അംഗീകാരങ്ങളും ആശംസകളും ഈ ടീമിന് നൽകേണ്ടതുണ്ട്. ശ്രീകുമാരൻ നായർ, ഒരു കാര്യം കൂടി, അതായത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ ടീം ഇന്ത്യ തിളങ്ങി എന്ന് പറയാം. ഒപ്പം നായകൻ രോഹിത് ശർമ്മ, അതായത് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് കൃത്യമായി കലാശ പോരാട്ടത്തിൽ രോഹിത് മറുപടി നൽകുന്ന ഒരു കാഴ്ച, അത് ഗംഭീരം തന്നെയല്ലായിരുന്നു? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. വായടപ്പിക്കുന്ന പ്രകടനം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അതിനെ പറയാം. വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു പ്രകടനത്തോടുകൂടി, അതായത് തനിക്ക് എങ്ങനെ കളിക്കാൻ പറ്റും. തീർച്ചയായും അവസാനം അദ്ദേഹത്തിന്റെ ക്ഷമ നഷ്ടപ്പെട്ട് അദ്ദേഹം പുറത്തായി എങ്കിൽ തന്നെയും അതിനു മുമ്പ് അദ്ദേഹം നേടിയ ആ റൺസ് 76 എണ്ണം പറഞ്ഞ റൺസാണ് അദ്ദേഹം നേടിയത്. നമ്മൾ സാധാരണഗതിയിൽ രോഹിത് ശർമ്മ വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യുന്ന ഒരു താരമാണ്. ഇന്ന് അദ്ദേഹം 83 പന്തുകൾ നേരിട്ടാണ് 76 റൺസ് നേടിയതിൽ. അതിൽ 7 4-ഉം 3 6-ഉം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏകദിന മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന ഒരു താരമായി മാറി. തീർച്ചയായും ഇന്ത്യയുടെ താരം തന്നെ. ഒരുപക്ഷെ അത് ഇനി ഇന്റർനാഷണൽ രംഗത്തേക്കും അദ്ദേഹം ഏറ്റവും മികച്ച സിക്സർ അടി വീരൻ എന്നുള്ള പേര് അല്ലെങ്കിൽ ആ ഖ്യാതി സമ്പാദിച്ചാൽ പോലും അതിശയിക്കണം. അത്രമാത്രം മികച്ച പ്രകടനമാണ് ഇന്ന്. മാത്രമല്ല ഇന്നത്തെ ക്യാപ്റ്റൻസി എടുത്ത് പറയേണ്ട ഒരു രീതി കൂടിയുണ്ട്. നമ്മുടെ ന്യൂസിലൻഡ് ആദ്യം അടിച്ചു തകർത്തപ്പോൾ പെട്ടെന്ന് കുൽദീപിനെയും അതുപോലെ തന്നെ ജഡേജയെയും അക്സറിനെയും ഒക്കെ കൊണ്ടുവന്ന്
തീർച്ചയായും അവരെ തളച്ചു എന്ന് പറയുന്നത്. പ്രത്യേകത ഉള്ളത് അദ്ദേഹം എങ്ങനെയാണ് വരുൺ ചക്രവർത്തിയെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബോളറാണ്, ആദ്യമായി കടന്നു വരുന്ന ബോളറാണ്. പക്ഷേ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് പുറത്തെടുക്കുവാൻ ക്യാപ്റ്റന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മത്സരത്തിലെ മറ്റൊരു പ്രത്യേകത. ഈ ചാമ്പ്യൻസ് ട്രോഫി മുഴുവൻ ഞാൻ അനലൈസ് ചെയ്ത് പറയുന്നതാണ്. ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ വരുൺ ചക്രവർത്തിയെ ഉപയോഗിച്ച രീതി, അതാണ് ശരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ ബൗളിങ്ങിന്റെ കുന്തമുന എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ചില നീക്കങ്ങൾ, സ്കിൽഫുള്ളായിട്ട് തന്ത്രപരമായ നീക്കങ്ങൾ എന്ന് പറയുന്ന രീതിയിലായിരുന്നു രോഹിത് ശർമ്മയുടെ ഈ മത്സരത്തിലേക്കുള്ള അപ്രോച്ച്. അത് ആ ആത്മവിശ്വാസം അദ്ദേഹം ഫൈനലിൽ പുറത്തെടുക്കുകയും ചെയ്തു. ശരി, വളരെയധികം നന്ദി ശ്രീകുമാരൻ നായർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യ വീണ്ടും മൊത്തമിട്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡിനെതിരെ തകർപ്പൻ ജയത്തോടെ വീണ്ടും ഒരു ICC കിരീടത്തിൽ രോഹിത് ശർമ്മയും സംഘവും മുത്തമിട്ടിരിക്കുന്നു.